Come here. Come here. മുന്നോട്ട് പോവാം. നാളെ നിങ്ങളൊക്കെ നയിക്കേണ്ട ആൾക്കാർ പറയോട് നിൽക്കരുത്. ഓക്കെ. പ്രിയപ്പെട്ട എല്ലാ ഐക്യജനാധിപത്യങ്ങളുടെ നേതാക്കന്മാർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യമായിട്ട് രേഖപ്പെടുത്തുകയാണ്. ആ സീനിയേഴ്സിനും കൂടി അല്ല, കുഴപ്പമില്ല. അവര് 2-3-4 ഇപ്പുറത്ത് അവരൊക്കെ ഇപ്പുറത്ത്. മുജിബ് നിങ്ങൾ ബ്രേക്കാ അവിടെ ഉണ്ട്. ഓക്കെ. അവരും കഠിനാധ്വാനം ചെയ്ത് നേടിയ ഒരു വിജയമാണ് പാലക്കാട്ടെ റെക്കോർഡ് വിജയം എന്ന് ഞാൻ ആധികാരികമായിട്ട് ഇവിടെ അറിയിക്കുകയാണ്. 11,637 വോട്ടിന് 2019 ജയിച്ച് 5 വർഷക്കാലം ഇവിടെ പ്രവർത്തിച്ച് നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ച് 2024 എത്തിയപ്പോ 75,234 എന്നുള്ള ഒരു സർവകാല റെക്കോർഡ് UDF സ്വന്തമാക്കിയെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ UDFന് നെഞ്ചിലേറ്റിയതാണ്. ഈ ഭൂരിപക്ഷം എന്ന് പറയുന്നത് എല്ലാ കാലവും ഈ നാട്ടിലെ ജനങ്ങളോട് കടപ്പെട്ടവരായി നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു നന്ദിയിൽ ഒതുങ്ങുന്നില്ല. ഇനിയുള്ള നാളുകളിൽ ആ കടപ്പാട് വിട്ട് മാറാതെ എല്ലാവരുടെയും ക്ഷേമത്തിനു വേണ്ടി, നാടിന്റെ വികസനത്തിനും പുരോഗതിക്കും വേണ്ടി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിഷ്പക്ഷമായി 5 വർഷം നമ്മൾ പ്രവർത്തിക്കുമെന്നുള്ള ഒരു പ്രതിജ്ഞയാണ് എനിക്കിവിടെ എടുക്കാനുള്ളത്. നമ്മൾ ഒരുമിച്ച് എടുക്കേണ്ടത് ഈ നാടിന്റെ വികസനം വളരെ പ്രധാനപ്പെട്ടതാണ്. നൂറ്റാണ്ടുകാലം നമ്മൾ വളരെ പിറകോട്ട് പോയി. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പാലക്കാടിന്റെ മുന്നേറ്റം തടുത്തു നിർത്താൻ കഴിയാത്ത തരത്തിൽ കേരളത്തിലെ മറ്റേത് ജില്ലകളെക്കാളും മുൻപന്തിയിലെത്തിയത് നമ്മുടെ കഠിനാധ്വാനം കൊണ്ടാണ്. 13 വർഷം MLA ആയ ഷാഫി പറമ്പിൽ ഈ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിന് ചെയ്തു വെച്ചത് ഈ ജില്ലയ്ക്ക് മുഴുവൻ പ്രയോജനകരമായിട്ടുള്ള, ഇത് സംസാരിച്ച് തെറ്റാണ്, പ്രയോജനകരമായ പാലക്കാട് മെഡിക്കൽ കോളേജ് എന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് UDFന്റെ ജനപ്രതിനിധിയാണ്. ഈ നാടിന്റെ റോഡ്, ഇവിടുത്തെ സ്കൂളുകൾ, കെട്ടിടങ്ങൾ, ഒരുപാട് സമുച്ചയങ്ങൾ ഈ നാടിന്റെ ഏറ്റവും പുരോഗതിയിൽ നിർണായകമായ പങ്കുവഹിച്ച വർഷങ്ങളാണ് കടന്നുപോയത്. 5 വർഷം കൊണ്ട് പാലക്കാടിനുണ്ടായ കുതിപ്പ് നിങ്ങൾക്കറിയാം. പാലക്കാട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ലയായി മാറാൻ പോവുകയാണ്. എന്താണ് കാരണം? ഏറ്റവും അവസാനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇൻഡസ്ട്രിയൽ കോറിഡോറിന്റെ ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റർ നമ്മുടെ പാലക്കാട് ജില്ലയ്ക്ക് 3,806 കോടി രൂപ അനുവദിപ്പിച്ചത് UDFന്റെ പ്രതിനിധിക്ക് പ്രധാനപ്പെട്ട പങ്കുണ്ട്. 1.5 കൊല്ലമായി പൊടി കിടന്ന് പൊടിയുടെ അകത്ത് ഫയൽ ഉറങ്ങുകയായിരുന്നു. 1.5 വർഷമായി സംസ്ഥാന ഗവൺമെന്റ് അന്തിമ അനുമതിക്ക് അപേക്ഷിച്ചിട്ട് കേന്ദ്രം ഒരു മറുപടി പോലും തന്നിട്ടില്ല. കേന്ദ്ര മന്ത്രിമാരെ നിരന്തരം കണ്ടു. കഴിഞ്ഞ ലോക്സഭാ സമ്മേളനത്തിൽ അതിശക്തമായി പാലക്കാട് ഈ ക്ലസ്റ്റർ സിറ്റിക്ക് അന്തിമ അനുമതി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട MP-ക്ക് മറുപടിയായി 1 മാസത്തിനകം അനുമതി നൽകും എന്ന അറിയിപ്പ് ഈ കഴിഞ്ഞ ആഴ്ച യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇവിടെ മുമ്പ് ജനപ്രതിനിധികൾ ഉണ്ടായിരുന്നു, മുമ്പും പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നു. ആ പദ്ധതി നിർദ്ദേശിക്കും, അത് കാറ്റിൽ പറന്നു പോകല പതിവ്. ഇത്തവണ അങ്ങനെയല്ല. 10,000 കോടി രൂപ മുതൽ മുടക്കാണ് ടോട്ടൽ ഈ ക്ലസ്റ്റർ സിറ്റിക്ക്. ഈ നമ്മുടെ സ്മാർട്ട് സിറ്റി പാലക്കാട് പുതുശ്ശേരി വരുമ്പോ നിരവധി മൾട്ടിനാഷണൽ കമ്പനികൾ പാലക്കാട്ടേക്ക് വരും. ഈ നിൽക്കുന്ന ചെറുപ്പക്കാർ, അഭ്യസ്തവിദ്യരായ അവരുടെയൊക്കെ സ്വപ്നം പൂവണിയുന്ന, യുവാക്കളുടെ സ്വപ്നം പൂവണിയുന്ന സ്മാർട്ട് സിറ്റി യാഥാർത്ഥ്യമാകുമ്പോ പാലക്കാടിന്റെ വ്യവസായ കുതിപ്പ് കേരളത്തിൽ ഒന്നാമതാകും. മക്കളെ കാണാനില്ല, വിദേശ രാജ്യങ്ങളിലാണ് പല പിള്ളേരും. അതുകൊണ്ട് യുവാക്കൾക്ക് നമ്മുടെ നാട്ടിൽ തന്നെ നല്ല മികച്ച ജോലിയും വരുമാനം കിട്ടിയ അവര് കുടുംബം നോക്കും. ഈ നാടിന് വലിയ സമ്പത്താണ്. അവരുടെ ഉയർച്ചയിൽ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കണം. അതിനായുള്ള ശ്രമം ഇനിയും ശക്തമായി തുടരും എന്ന് പ്രത്യേകമായിട്ട് അറിയിക്കാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. പാലക്കാട്
കേരളത്തിന് ഏറ്റവും ആദ്യം അനുവദിച്ച ഗ്രീൻഫീൽഡ് ഹൈവേ പാലക്കാട് ജില്ലയ്ക്ക് പാലക്കാട് നിന്നും കോഴിക്കോടേക്കുള്ള പുതിയ ഗ്രീൻഫീൽഡ് ഹൈവേ അനുവദിച്ചത് 6000 കോടി രൂപയ്ക്കാണ്. ഇതിനോടകം 1400 കോടി രൂപ ഈ പാലക്കാട് ജില്ലയിൽ നിന്നും സ്ഥലം ഏറ്റെടുത്തതിന് ഇവിടുത്തെ ജനങ്ങൾക്ക് നൽകി കഴിഞ്ഞിരിക്കുക. അടുത്ത വർഷം ആദ്യം നമ്മുടെ പാലക്കാട് കോഴിക്കോട് ഹൈവേ പ്രവർത്തനം ആരംഭിക്കുന്നതോടുകൂടി അതിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഗതാഗത സൗകര്യമുള്ള ഒരു ജില്ലയായി നമ്മുടെ പാലക്കാട് ജില്ല മാറാൻ പോവുകയാണ്. അതും നമുക്ക് വലിയൊരു സന്തോഷ വാർത്തയാണ്. മൂന്നാമതായി പാലക്കാട് പിറ്റ് ലൈൻ, റെയിൽവേ പിറ്റ് ലൈൻ, ടൗൺ റെയിൽവേ സ്റ്റേഷൻ കാട് പിടിച്ചു കിടക്കുകയാണ്. എത്ര മനോഹരമായിട്ടുള്ള സ്ഥലമായിരുന്നു. പാലക്കാടിന്റെ സ്ഥിര കേന്ദ്രമായിരുന്ന നമ്മുടെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡും ടൗൺ റെയിൽവേ സ്റ്റേഷനും ഒക്കെ ഇന്ന് അന്ധകാരത്തിൽ കിടക്കുക. അവിടെ 47 കോടി രൂപയുടെ റെയിൽവേ പിറ്റ് ലൈൻ നിർമ്മാണം ആരംഭിച്ച് ഒരു കൊല്ലമാകാൻ പോകുന്നു. 2025 ഏപ്രിൽ കഴിയുമ്പോ ആ റെയിൽവേ പിറ്റ് ലൈൻ ദീർഘദൂര ട്രെയിനുകളുടെ അറ്റകുറ്റപ്പണിക്കാനുള്ള സർവീസ് സ്റ്റേഷൻ അതിന്റെ ജോലി പൂർത്തിയായാൽ പാലക്കാട് നിന്നും 1 ഡസൻ പുതിയ ട്രെയിനുകൾ ആരംഭിക്കാൻ കഴിയുമെന്നുള്ളത് വലിയൊരു സന്തോഷ വാർത്തയാണ്. കേരളത്തിലെ റെയിൽവേയുടെ ഹബ്ബായി പാലക്കാട് മാറാൻ പോകുകയാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നത് പാലക്കാട് ജില്ലയ്ക്ക് കാർഷിക ജില്ലയാണ്. കാർഷിക പാക്കേജ് വേണം. വയനാട് പാക്കേജ് വന്നു, ഇടുക്കിയിലെ പാക്കേജ് വന്നു, കുട്ടനാട് പാക്കേജ് വന്നു. നമ്മുടെ 75% വരുന്ന പാലക്കാട്ടെ കൃഷിക്കാർ അവരുടെ നെല്ലിന് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാതെ കടക്കണിയിലായി ആത്മഹത്യയുടെ മുനമ്പിൽ നിൽക്കുകയാണ്. ഈ ജില്ലയെ രക്ഷിക്കാൻ, കർഷകരെ രക്ഷിക്കാൻ, നമ്മളെല്ലാം ഊട്ടുന്ന പാവപ്പെട്ട കർഷകരുടെ സംരക്ഷണത്തിനു വേണ്ടി പാലക്കാട് ജില്ലയിൽ ഒരു കാർഷിക പാക്കേജ് നടപ്പിലാക്കണമെന്ന് ശക്തമായി ലോക്സഭയിലും പാർലമെന്റിലും അതുപോലെ കേന്ദ്ര ഗവൺമെന്റ് മുമ്പാകെയും നിങ്ങളുടെ പാലക്കാട് MP അവതരിപ്പിച്ച് അതിന്റെ മുന്നണി പോരാളിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. ഈ നാട്ടിലെ കർഷകരുടെ എല്ലാ പിന്തുണയും കാർഷിക പാക്കേജ് നേടിയെടുക്കാൻ ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. അതുകൂടാതെ നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഈ റെയിൽവേ വരുമ്പോ, റോഡ് സൗകര്യം വരുമ്പോ, ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റർ വരുമ്പോ, സ്മാർട്ട് സിറ്റി വരുമ്പോ, നമ്മുടെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യേണ്ടി വരുമ്പോ, പലതും ഇറക്കുമതി ചെയ്യേണ്ടി വരുമ്പോ നമുക്ക് വേണ്ടത് ഒരു എയർ കാർഗോയാണ്. നെടുമ്പാശ്ശേരി പോലെ നമ്മുടെ ഫുഡ് പ്രോസസിംഗ് യൂണിറ്റുകൾ വരുമ്പേ. അപ്പൊ കേരളത്തിൽ മറ്റെല്ലായിടത്തും ഉള്ളതുപോലെ ഇനി നമ്മുടെ ഒരു സ്വപ്നം പാലക്കാടിന് സ്വന്തമായിട്ട് ഒരു എയർപോർട്ട് വേണമെന്നുള്ളതാണ്. അതിന്റെ പ്രാരംഭ പ്രവർത്തനം ആരംഭിച്ചു. അതിന്റെ ഫീസിബിലിറ്റി സ്റ്റഡിക്ക് കേന്ദ്രം അനുമതി നൽകിയിരിക്കുകയാണ്. ഇനി സമീപ ഭാവിയിൽ നമ്മൾ ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ട് നമ്മുടെ സ്വപ്ന പദ്ധതി നമ്മൾ ഈ മണ്ണിൽ ശാശ്വതമാക്കും. ഇതുപോലെ ഒരുപാട് വികസന പദ്ധതികൾ പാവപ്പെട്ട തൊഴിലാളികൾ, തൊഴിലുറപ്പ് തൊഴിലാളികളുടെ എണ്ണം ഇപ്പോ ദിവസം 100 ദിവസമാണ് അവർക്ക് തൊഴിൽ കൊടുക്കുന്നത്. അത് 150 ദിവസമാക്കണം. അംഗനവാടി വർക്കർമാരുടെ വേതന വ്യവസ്ഥ പരിഷ്കരിക്കണം. ആശാ വർക്കർമാരെ സ്ഥിരപ്പെടുത്തണം. അങ്ങനെ ഏറ്റവും താഴെത്തട്ടിലുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടിയും പാലക്കാട്ടെ ജനപ്രതിയായി നിങ്ങൾ എന്നെ ജയിപ്പിച്ചത് മുതലുള്ള പോരാട്ടം തുടരുകയാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, നിഷ്പക്ഷമായി, നീതിപൂർവമായി ഇനിയും അടുത്ത 5 വർഷം ജനങ്ങളെ സേവിക്കാൻ തന്നിട്ടുള്ള അവർ തന്ന മാൻഡേറ്റ് ഉപയോഗിച്ച് വളരെ ആത്മാർത്ഥമായി, സത്യസന്ധമായി ഈ പാലക്കാടിന്റെ പുരോഗതിക്ക്, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഉറപ്പ് നൽകിക്കൊണ്ട് ഇവിടെ നൽകിയ സ്നേഹോഷ്മമായ സ്വീകരണം മറക്കാൻ കഴിയില്ല. രായിരി പഞ്ചായത്തിലുടനീളം പോയി ആയിരക്കണക്കിന് പേരാണ്, അമ്മമാര്, സഹോദരിമാര്, കാരണവന്മാര്, ചെറുപ്പക്കാര്, വിദ്യാർത്ഥികള്, കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ വലിയ പിന്തുണ പാലക്കാട് ഏറ്റവും കൂടുതൽ നൽകിയത് രായിരി പഞ്ചായത്താണ്. ഭൂരിപക്ഷം നൽകിയതും രായിരി പഞ്ചായത്താണ്. അടുത്ത ഉപതെരഞ്ഞെടുപ്പിലും രായിരി പഞ്ചായത്താണ് വൻ ഭൂരിപക്ഷവും മുന്നേറ്റവും നടത്തി പാലക്കാട് നമ്മൾ നിലനിർത്തുക തന്നെ ചെയ്യും എന്നുള്ള വലിയ സൂചനയാണ് ഈ സ്വീകരണത്തിനുടനീളം എനിക്ക് ലഭിച്ചത്. UDFന്റെ മുന്നേറ്റത്തിന്, ഈ നാടിന്റെ പുരോഗതിക്ക് നിങ്ങൾ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ നൽകിയ ഈ ഊഷ്മളമായ സ്വീകരണത്തിന് ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് മലയാളികളുടെ ദേശീയോത്സവമായ ഓണം നിങ്ങൾക്ക് ഐശ്വര്യ സമ്പൂർണ്ണമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് UDF. സെക്രട്ടറി മുജീബ് റഹ്മാനിന്റെ, അതുപോലെ തന്നെ പാലക്കാട് നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സൈദുൽ സാഹിബിന്റെ,
അതുപോലെ പിരാരി ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് സമീനയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പിരാരിയുടെ UDF ചെയർമാൻ ഇസ്മായിൽ അവരുണ്ട്. പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി ഇബ്രാഹിമിന്റെ ട്രഷറർ SME നാസറുണ്ട്. അതുപോലെ മണ്ഡല മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി നസീർ കുട്ടിയാനുണ്ട്. അങ്ങനെ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ മറ്റു നേതാക്കളുണ്ട്. ഒരുപാട്